അപ്പുറത്തെ വീട്ടിലില്ലേ ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ നമ്മളെ വയനാട്ടിൽ നല്ല മഴയൊക്കെ പെയ്ത് നല്ല സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വയലൊക്കെ പോയി കാണാം കേട്ടോ. അപ്പോൾ വീഡിയോ ആദ്യമായി കാണാനാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടപ്പോൾ തന്നെ വിലക്കും കൂടി ഒന്നെ വിളിക്കുക. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് കിടക്കും. ഫ്രണ്ട്സ്, അപ്പോൾ ഞങ്ങൾ നിൽക്കുന്ന സ്പോട്ട് എന്ന് വെച്ചാൽ ഇപ്പോൾ കാണിച്ചു തരാം. ഇത് ഇവിടെ ഇതൊരു ഡാമായിരുന്നു കേട്ടോ. ഇതൊരു അടിപൊളി ഡാമായിരുന്നു. ഇതിപ്പം കാടൊക്കെ പിടിച്ച് ഫുൾ അലമ്പായി കിടക്കുകയാണ് കേട്ടോ. ഇതുണ്ടോ, ഇവിടെയൊക്കെ ആയിട്ട് ഇച്ചിരി വെള്ളമൊക്കെ ഉണ്ട്. ഇവിടെ ഫുള്ള് കാടൊക്കെ പിടിച്ച് സെറ്റായി കിടക്കുന്നുണ്ട് കേട്ടോ. ഇതാണ് ചെക്ക് ഡാം. ഇതിനെ ചെക്ക് ഡാം എന്നാട്ടോ വിളിക്കുക. ഇതൊക്കെ അവിടം വരെ സിമൻറ്റ് ഇട്ടിക്കുന്നുണ്ട് കേട്ടോ. അങ്ങ് ദൂരെ വരെ സിമൻറ്റ് ഇട്ടിക്കുന്നുണ്ട്. പിന്നെ ഇതാരും നോക്കാനില്ലായിട്ട് ഫുള്ള് കാട് പിടിച്ചിക്കുക കേട്ടോ. അതുപോലെ തന്നെ മഴ പെയ്തിട്ട് മണൽ വന്നിട്ട് ഇവിടെ അട്ടിയായി കിടക്കുക. നല്ല ഹൈറ്റിൽ വന്ന് കിടന്നത് കൊണ്ടാണ് ഇവിടെ കാടൊക്കെ പിടിച്ചെടുക്കുന്നത്. ഇപ്പോൾ കുറേ ആയിട്ടോ ഇത് ആൾക്കാർ നോക്കിയിട്ടൊക്കെ. ആദ്യം ഇതാ ഇവിടെ പലക രണ്ടെണ്ണം വെച്ച് ബ്ലോക്ക് ചെയ്ത് വെള്ളമൊക്കെ സെറ്റ് ചെയ്ത് നീന്തലൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം അതൊന്നുമില്ല കേട്ടോ. അപ്പം ഇതാണ് ഞങ്ങളെ വിശാലമായ വയൽ. കണ്ടോ ഫ്രണ്ട്സ്. അപ്പം എൻ്റെ കൂടെ ഇന്ന് ആദിലുണ്ട്, റിഹാനുണ്ട്, പിന്നെ റമീസ് ഉണ്ട് കേട്ടോ. ഇതാണ് ആദിൽ. കണ്ടോ, ഇവിടെ ഇതാ ഒരു വെള്ളം വരുന്ന സെറ്റപ്പ് ഉണ്ട്. ഇതൊക്കെ കാട് പിടിച്ച് കിടക്കുക കേട്ടോ. ആരും നോക്കാനായിട്ട്. ഇതാണ് പാടം. ഇവിടെയൊക്കെ കൃഷി ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പം നെല്ലിൻ്റെ വിളവെടുപ്പൊക്കെ കഴിഞ്ഞതിന് ശേഷം മഴയൊക്കെ പെയ്തതാ അലമ്പായി കിടക്കുകയാണ് കേട്ടോ. ഫ്രണ്ട്സ്, ഇപ്പം ഇന്നലെ ഒരു മഴ പെയ്തു. അതിലിതാ അത്യാവശ്യം കണ്ടത്തിലൊക്കെ വെള്ളം നിറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല രസമുണ്ട് ഇത് കൂടെ നടക്കാൻ. ഞങ്ങളെന്നും വൈകുന്നേരം വയലിൽ കൂടെ ഇങ്ങനെ നടന്നു വരും കേട്ടോ. അപ്പുറത്ത് ഫുട്ബോൾ കളിക്കാൻ പോകുമ്പോൾ അപ്പോൾ നല്ല രസമാണ് കേട്ടോ വയലിൽ കൂടെ നടക്കാൻ. അപ്പം ഇതാണ് നമ്മളെ വയൽ. അതാ കൊക്ക് പറഞ്ഞു പോണ് ഫ്രണ്ട്സ്. അപ്പോൾ അവിടെ ഒരു ഒരു വയലിലൊരു ഉറവുള്ള സ്ഥലം ഉണ്ട് കേട്ടോ. ഒരു 7 റിങ്ങായിട്ടേ ഉള്ളൂ. കുഞ്ഞൊരു കിണറാണ്. അവിടെ എപ്പോഴും വെള്ളം കേട്ടോ. വേനൽക്കാലത്തും എല്ലാ കാലത്തും അവിടെ വെള്ളം തന്നെയാണ്. അപ്പോൾ നമുക്കത് പോയി കാണാം. അപ്പോൾ നമ്മളെ ജീവിതത്തിൽ ഇതേപോലത്തെ വയലിൽ കൂടെ ഒക്കെ നടക്കുന്ന ഒരു ഇതുണ്ടാവുള്ളൂ കേട്ടോ. എന്താ പറയുക, ഒരു സന്തോഷമൊക്കെ ഉണ്ടാവുള്ളൂ. വയലിൽ കൂടെ ഒക്കെ നടക്കണം. അല്ലാണ്ട് പെരയിലൊക്കെ കുത്തിയിരുന്ന് മൊബൈലിൽ നോക്കിയിരുന്നാൽ ജീവിതത്തിൽ ഒരു നല്ല കാര്യങ്ങൾ ഉണ്ടാവില്ല ഫ്രണ്ട്സ്. അപ്പം ഇതാണ് കേട്ടോ ആ റിങ്. അധികം താഴ്ചയൊന്നുമില്ല. ഒരാളെ പൊക്കമായിട്ടേ ഉള്ളൂ കേട്ടോ. 3 റിങ് ആയിട്ടേ ഉള്ളൂ. ഞാൻ നേരത്തെ 7 റിങ് എന്നറ്റാ പറഞ്ഞത്. സോറി കേട്ടോ. നല്ല ശുദ്ധജലമാണ്. ഇതിപ്പോൾ വയലത്തെ ചെളി വന്നിട്ട് കലങ്ങിയിട്ടാണ് കേട്ടോ. നല്ല കുടിക്കാൻ പറ്റിയ വെള്ളമാണ് കേട്ടോ. നല്ല തെളി വെള്ളമാണ്. ഇവിടെ നിന്നാണ് പകുതി വീട്ടിലേക്കും കുടിക്കാൻ വെള്ളം എടുക്കുന്നത് കേട്ടോ. 3 റിങ് ആയിട്ടേ ഉള്ളൂ. ഞാൻ കാണിച്ചു തരാം ഇതിൻ്റെ ആഴം. ഇതൊരു റിങ് ഇതാ, 2 റിങ് ഇതാ, 3 റിങ് അതാ, 4 റിങ് അതാ. ആകെ 4 റിങ്ങുള്ളൂ കേട്ടോ. ഇതുണ്ടല്ലേ ഈ ഒരു ഒച്ച കാലത്തത്. ഇതിനെ ചിലവർ കറി വെക്ക് തിന്നു കേട്ടോ. കറി വെച്ച് തിന്നു കേട്ടോ. നല്ല ടേസ്റ്റാന്നാണ് പറയുന്നത്. എന്തോ ഇതാ കണ്ടില്ലേ, ഇതാണ് ആ ഒച്ച്. ഇനി നമുക്ക് മുന്നോട്ട് തന്നെ നീങ്ങാട്ടോ. ഫ്രണ്ട്സ്, ഇവിടെ ഒരു തോടുണ്ട് കേട്ടോ. സെറ്റ് തോടാണ്. കണ്ടോ, എത്ര ആളുണ്ടേ. നമുക്കിപ്പോ ക്രോസ് ചെയ്ത് പോവാം. നല്ല തെളിഞ്ഞ വെള്ളമാണ്. കുടിക്കണ്ടേ ഞാൻ പൊട്ടനാണോ? ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ തോടിൻ്റെ ഇപ്പുറത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ മുളയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല രസമാട്ടോ ഈ മുളകിൻ്റെ ചോട്ടിലൊന്നും ഇരിക്കാൻ. അപ്പോൾ നമുക്ക് അവിടെ ഒരു മാങ്ങ ഉണ്ട്. ആയതാണെന്നറിയില്ല. വീട് മൂപ്പരുതാട്ടോ. വീട് അവിടെയാണ് കേട്ടോ. മൂപ്പരെ പറമ്പ് ഇതാണ് കേട്ടോ. അവിടെ മാങ്ങ ഉണ്ട്. നമുക്ക് കറിക്കാം.
കള്ളന്മാർ. നമ്മൾ മാങ്ങ പറിക്കാൻ പോവാണ്. കുഞ്ഞു മാങ്ങ അതാ മാങ്ങട്ടി. ആ തലേക്കറില്ലേ നല്ല മൂത്ത മാങ്ങ. സെറ്റ് സെറ്റ് ഇട്ടോ. നമുക്ക് എത്ര മതി അതുകൊണ്ട് നമുക്ക് ഇറങ്ങാം. ആ വെറുതെ കയറി അവിടെ മഞ്ഞുമല പോയിച്ചില്ലേ ഒരാൾക്കാരോ. അതാ വന്ന് ഷാമിൽ ബോസ് വന്ന് കൈസ് മുണ്ടെടുത്ത് ഷാമിൽ ബോസ് നോക്കടാ. നമുക്ക് മാങ്ങ തിന്നാ ചോന അറിഞ്ഞു. നമുക്ക് ടേസ്റ്റ് ചെയ്യാം. അടിപൊളിയാണ്. നല്ല പേരക്കോണയാണ്. നല്ല അടിപൊളി മാങ്ങാണ്. നമുക്ക് അങ്ങോട്ട് തന്നെ പോവാം. വാ ഫ്രണ്ട്സ്, അപ്പോൾ അതാ മാങ്ങ കേട്ടോ. അത് പേരക്കമാങ്ങയാണ്, എന്താ അറിയില്ല. അധികം പഴുത്തിക്കില്ല വെച്ചാൽ പഴുത്തിക്കില്ല, എന്നാലും ഒരു എന്താ പറയുക അത്യാവശ്യം ഒരു പഴുപ്പുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. കാണിച്ചു തരാം. നല്ല അടിപൊളി കേട്ടോ. ഇതുപോലെ കൂട്ടുകാരന്മാരൊപ്പം വന്ന് പറിച്ച് തിന്നുമ്പോൾ അതിൻ്റെ വൈബ് വേറെയാണ്. നമുക്കിനി വയൽ കണ്ട് ഇനി നമുക്ക് റോട്ടിലേക്ക് പോവാം. ഫ്രണ്ട്സ്, ഇത് കണ്ടോ, ഈ ചെടി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇതിൻ്റെ 3-4 വെറൈറ്റീസ് കൂടെ ഉണ്ട്. ഇതാ ഇതൊരു റോസ് കളറാണ് കേട്ടോ. ഇതിൻ്റെ പേരെന്താണെന്ന് ഞാൻ മറന്നുപോയി. ഫ്രണ്ട്സ്, അപ്പം ഇതാണ് ഞങ്ങളെ കലിങ്ക് കേട്ടോ. ഇതാ ഇത് ഇവിടെ ആദ്യം നല്ല രസമായിരുന്നു കേട്ടോ. ഇവിടെ ഒരു കെട്ടൊക്കെ നിർത്തി ഇതിൻ്റെ അടിയിൽ മീനൊക്കെ പിടിക്കുന്നു. ഇപ്പോൾ ആ കെട്ടൊക്കെ പൊട്ടിച്ചതാ ഇവിടെ. അപ്പോൾ ഒരു പെരുങ്കാടായി കേട്ടോ. അതുപോലെ തന്നെ ഇതാ ഇപ്പുറത്തുണ്ട്. ഇതൊരു പാലാണ്, അതിൻ്റെ അടിയിലാണ് കേട്ടോ. കലിങ്ക് എന്നാണ് പറയുക. കണ്ടോ, നല്ല വെള്ളം ഒഴുകുന്നൊക്കെ ഉണ്ട്. നമുക്ക് ഇതിൻ്റെ അടിയിൽ പോയിട്ട് നോക്കാം. അപ്പം ഇതാണ് കലിങ്ക് കേട്ടോ. ഇതിൻ്റെ അടിയിൽ ഇതുണ്ടോ, കണ്ടോ ഫ്രണ്ട്സ്, ഇതാണ് കലിങ്ക്. ഇതാ ഈ കള്ളുകൂടിയമാരത്ത് എനിക്ക് പറയാനുള്ളത്, ഈ കുപ്പിച്ചില്ലൊന്നും കൊണ്ട് ഈ തോട്ടിലില്ല കേട്ടോ. ഇത് കണ്ടോ, ഇതൊക്കെ ഏറ്റവും കാലുമ കയറിയ ആലോചിച്ച് നോക്ക്. ഇത് വേറെ ഉള്ളവർക്കാണ് പറ്റുക, നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. എന്തിനാ ഈ കള്ളു കുടിച്ചിട്ട് കൊണ്ടുവന്ന് ചില്ലൊക്കെ ഇല്ല കൊണ്ടുപോയി താത്തുന്നത്. ഫ്രണ്ട്സ്, കാലൊക്കെ ഇതാ നല്ല അടിപൊളിയായി ചെളിയായിട്ടുണ്ട്. ഫ്രണ്ട്സ്, അവിടെ എൻ്റെ കൂട്ടുകാരൻ്റെ കുളം ഉണ്ട് കേട്ടോ. അവിടെ ഇഞ്ചി നട്ടിക്കുന്നുണ്ട്. നമുക്ക് അതിൻ്റെ ഉള്ളിൽ കയറണ്ട, നമുക്ക് പുറത്തുനിന്ന് കാണിച്ചു തരാം കേട്ടോ. നിങ്ങൾക്ക് നല്ല രസം കേട്ടോ. എന്താ പറയുക, നീല കളർ വെള്ളമാണ്. ഇനി ഞങ്ങൾ ചെല്ലുമ്പോൾ മഞ്ഞും പച്ചയൊക്കെയാണ് ഈ ഞങ്ങൾ ചീത്ത അറിയത്. ഞങ്ങൾ ഇന്നലെ വന്നപ്പോൾ നല്ല നീല കളറായിരുന്നു കേട്ടോ. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് കുളത്തിൻ്റെ അടുത്തെത്താനായിരിക്കണം നമ്മളെല്ലാവരും. അപ്പോൾ നമുക്ക് ആ കുളം കാണിച്ചു തരാം കേട്ടോ. കുളം നല്ല സ്വിമ്മിംഗ് പൂൾ പോലെ നല്ല എനിക്ക് ഞങ്ങൾക്ക് ആർക്കും നീന്താൻ അറിയില്ലേ. പിന്നെ കൂട്ടുകാരൻ്റെ ആണ്. പിന്നെ നമ്മൾ ചോദിക്കാണ്ട് നീന്തിയാൽ അത് ഭയങ്കര പ്രശ്നമാണ്. അതുകൊണ്ട് ഞാൻ നീന്തൊന്നുമില്ല. അത് ഇന്നലെ വന്ന് നോക്കിയപ്പം ഒരു അരക്കാലൊക്കെ വെള്ളം ഉണ്ടായിരുന്നുള്ളൂ. ഇന്നലെ രാത്രി ഒരു മഴ പെയ്തിരുന്നു. അതിലെന്തായെന്ന് അറിയില്ല. നമുക്ക് എന്തായാലും പോയി നോക്കാം. ഫ്രണ്ട്സ്, അപ്പം കുളം എത്തിക്കണേ. ഇതാ നല്ല വെള്ളം കൂടിയിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ഞാൻ പറഞ്ഞില്ല ഒരു നീല കളറാണ്. ഇത് നേരിട്ട് കാണുമ്പോൾ ആ അനുഭവം ഉണ്ടാവുള്ളൂ. മൊബൈലിൽ കാണുമ്പോൾ ഒരു പച്ച കളറാണ് കേട്ടോ. നല്ല നീല കളറാണ്. ഇവിടെ മഴ പെയ്തിട്ടുണ്ടോ ഇടിഞ്ഞിങ്ങനെ സൈഡൊക്കെ. ഇതാണ് നാച്ചുറൽ സ്വിമ്മിംഗ് പൂൾ. ഫ്രണ്ട്സ്, അപ്പോൾ അതാ നമ്മൾ കുളത്തിൻ്റെ അടുത്തുനിന്ന് പോവുകയാണ് കേട്ടോ. അപ്പോൾ അതാ ഇത് ഒരു തെങ്ങും തോപ്പാണ് കേട്ടോ. ഇതാ ഈ യൂക്കാലി മരം, ഇതാ തെങ്ങും തോപ്പ് കണ്ടോ. ഫ്രണ്ട്സ്, അപ്പോൾ അതാ ഈ ചെറിയ വഴി കൂടെ നമുക്ക് റോട്ടിലേക്ക് പോവാം കേട്ടോ. കുളം ഇതല്ലോ നല്ല നാച്ചുറൽ ബ്യൂട്ടിയാണ്. ആഗ്രഹമൊക്കെ ഉണ്ട് പക്ഷേ. ഫ്രണ്ട്സ്, അവിടെ ഒരു കിണർ കുത്തുണ്ട്. അത് നമുക്ക് കാണാൻ പറ്റണമെങ്കിൽ കാണിച്ചു തരാം. ഫ്രണ്ട്സ്, അതാ വയലിലൊരു കിണർ കുത്തുണ്ട് കേട്ടോ. അപ്പം ഇതാണ് കിണർ കുത്തൽ. കുഴിച്ച് തുടങ്ങുന്നേ ഉള്ളൂ കേട്ടോ. കണ്ടോ,
അവിടെ വലിക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ ഞങ്ങളുടെ നാട്ടിലുള്ള ഒരു പുളിയൻ പേരക്കയാണ് കേട്ടോ. എല്ലാവരും നാട്ടിലുണ്ടാവും, പക്ഷെ ഞങ്ങളുടെ നാട്ടിൽ അങ്ങനെ അധികം കാണില്ല. അപ്പോൾ നല്ല ടേസ്റ്റാട്ടോ, ഭയങ്കര പുളിയാണ് ഇനി. ഫ്രണ്ട്സ്, ഇതാ നമുക്ക് നല്ല അടിപൊളി കൊക്കോക്കായ് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഫ്രണ്ട്സ്, അപ്പോൾ ഇതാ നല്ല അടിപൊളി കൊക്കോക്കായ് ഇട്ടിട്ടുണ്ട്. നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അത് തിന്നോക്കാം. നമ്മുടെ സെറ്റാണ് കേട്ടോ. ഫ്രണ്ട്സ്, ഇതാണ്ടോ, ഇതൊരു ചെടിയാണ് കേട്ടോ. ഇതിൻ്റെ 2 കളറുണ്ട്. ഇതാ വയലറ്റും ഉണ്ട്, ഇതാ അവിടെ റോസ് ഉണ്ട് കേട്ടോ. ഇത് നല്ല രസമാണ് കേട്ടോ. അതിൻ്റെ ഒരു കായുണ്ട്. ഇത് നനഞ്ഞു വയ്ക്കുക, അത് നല്ല രസമാണ്. ഇത് പൊട്ടിയിട്ട് ഇങ്ങനെ പമ്പരം പോലെ കറങ്ങും. അതുപോലെ തന്നെ ഈ കൊക്കക്കായിൻ്റെ ഉള്ളിൽ ഒരു സാധനമുണ്ട്. അത് ആർക്കൊക്കെ ഇഷ്ടമാണ് കാണിച്ചു തരാം. ഇങ്ങനെ ഇങ്ങനെ തിരിച്ച് അത് തന്നെ അതാ ഈ സാധനം. ഓ, നമ്മ ടേസ്റ്റ് അറിയോ? സെറ്റ്. ഫ്രണ്ട്സ്, അപ്പോൾ ഞങ്ങൾ വയലിലൊക്കെ പോയി വന്ന് ഇനി ഞങ്ങൾ പെരേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യുക, മണി വെക്കാം. അപ്പോൾ ബൈ ബൈ.